ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആഹാരവും പോഷക ഘടകങ്ങളെ കുറിച്ചുള്ള അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം കടക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാനുള്ളൂ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് വിറ്റാമിനുകളെ കുറിച്ചായിരുന്നു. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എയും ഡിയും ഇയും എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്തിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്. ആഹാരവും പോഷക കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന പോഷകഘടകമാണ് ആര്? ധാന്യകം എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞതായിരുന്നു ഏത്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീന്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏത്? മാംസ്യം. അതേപോലെ തന്നെ പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കോശിയോർക്കറും മരാസ്മസും. പിന്നെ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത്, കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്താണ്? ഊർജം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില വിറ്റാമിനുകളെ ലയിപ്പിക്കുകയും ചെയ്യുന്ന പോഷകഘടകമാണ് ഇത് കൊഴുപ്പ് എന്ന് പറയുന്നത്. കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 200 mg/dL. ബ്ലഡ് ഷുഗറിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg/dL. ഓക്കെ ആണല്ലോ. പിന്നെ വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞു. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് ഏതാണ്? വിറ്റാമിൻ കെ കുറിച്ചായിരുന്നു. രാസനാമം ഏതാണ്? ഫില്ലോക്കിനോൾ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്കിനോൾ. ഓക്കെ ആണല്ലോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ കെ. തണുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകുന്നത്? രക്തസ്രാവം. അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത് വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, പറഞ്ഞിരുന്നത്. ഇതിന്റെ ബാക്കി കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇനി നമുക്ക് പറയാനുള്ളത് ADEK എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൊഴുപ്പ് ലയിക്കുന്ന തരത്തിലുള്ള കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളാണ് ADയും ഇയും കെയും. ഇനി നമുക്ക് പറയാനുള്ളത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ കുറിച്ചാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത്? വിറ്റാമിൻ ബിയും പിന്നെ അതേപോലെ തന്നെ ഇതുണ്ട് വൈറ്റമിൻ സിയും ഉണ്ട്. ഇവ രണ്ടുമാണ് എന്ത്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വൈറ്റമിൻ ബിയെ കുറിച്ചാണ്. വൈറ്റമിൻ ബി അല്ല ഉള്ളത്. ഓക്കെ. വ്യത്യസ്തമായിട്ടുള്ള ബി കോംപ്ലക്സുകളാണ് വരുന്നത്. അതായത് B1 B2 എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള വൈറ്റമിനുകൾ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതായത് ബി കോംപ്ലക്സുകളായിട്ട് B1, B2, B3, B5, B6, B7, B9, B12 ഇത്രയും ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ. ടോട്ടൽ ബിയിൽ 8 വിറ്റാമിനുകൾ വരുന്നുണ്ട്. എത്രണ്ണമാണ് വിറ്റാമിൻ ബിന്റെ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്? 8 എണ്ണമാണ്. B1, B2, B3 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന്റെ രാസനാമങ്ങളും ഉണ്ട്. ഓക്കെ. ആ രാസനാമങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കാം. വിറ്റാമിൻ എയുടെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. B1, അതായത് ബി അല്ല, വിറ്റാമിൻ B1, B2, B3 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വൈറ്റമിൻസ് വരുന്നത്. അതായത് ബി കൊണ്ട് ഒരുപാട് വിറ്റാമിനുകൾ 8ഓളം വിറ്റാമിൻസ് വരുന്നുണ്ട്. B1ന്റെ രാസനാമം തയാമീൻ ആണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. ഓക്കെ. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. പിന്നെ അതേപോലെ തന്നെ B4 ഇല്ല, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിന്, B7 ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. B7 വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത്? B7. വിറ്റാമിൻ എ ബി എന്നൊക്കെ പറഞ്ഞില്ല. അതേപോലെ തന്നെ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത്? B7. ഓക്കെ. വൈറ്റമിൻ B7 ആണ് ഏത്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. അതിന്റെ രാസനാമം എന്ന് പറയുന്നത് എന്താണ്? B7ന്റെ രാസനാമം ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്, B12 ഓക്കെ, സൈനോകൊബാലമിൻ. ഓക്കെ. B12 ഏറ്റവും അവസാനമായിട്ട് ഒരു വെറൈറ്റി പേരാണ് സൈനോകൊബാലമിൻ. ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കും. ഈ B3 ഒക്കെ കേട്ട പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വൈറ്റമിനും അതിന്റെ രാസനാമം. പിന്നെ നമ്മൾ പറഞ്ഞതാണ് റെറ്റിനോൾ. ഓക്കെ. പിന്നെ സി നമ്മൾ പറഞ്ഞതാണ്. സി പറഞ്ഞിട്ടില്ല, നമുക്ക് ഇനി പറയാനുള്ളതാണ്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റാമിൻ കെ ഫില്ലോക്കിനോൾ.
ഇത്രയുമാണ് എന്ത് വരുന്നത്, വൈറ്റമിൻസ്. ഓക്കെ, നമുക്ക് വരുന്ന ടോട്ടലി വരുന്ന വൈറ്റമിൻസ് ഇത്രയുമാണ്. ഇതിന്റെ രാസനാമം നമ്മൾ അറിഞ്ഞിരിക്കണം. വിറ്റാമിൻ എ റെറ്റിനോള്, B1 തയാമിന്, B12 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ. ഈ B7 ആണ് എന്തറിയപ്പെടുന്നത്, വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ B7 ആണ്. B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ. ഇത്രയും വിറ്റാമിനുകളാണ് എന്ത് വരുന്നത്, ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ബി കോംപ്ലക്സുകൾ, ബിയുടെ കുടുംബം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ബി കോംപ്ലക്സുകളാണ്. അതായത് ബി എന്ന് പറഞ്ഞിട്ട് ഒരു വിറ്റാമിൻ ഇല്ല, വൈറ്റമിൻ ബി അല്ല ഉള്ളത്. ഓക്കെ, B1 B2 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വിറ്റാമിൻസ് വരുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബി എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അപര്യാപ്ത രോഗം പഠിച്ചു വെക്കണം. അതായത് ഈ B1 B2 B3 ഒക്കെ എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അപര്യാപ്ത രോഗങ്ങളുണ്ട്. അതെല്ലാം കൂടി എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കണ്ട. നമ്മൾ പ്രധാനമായിട്ടും ബിക്ക് ഈ ഒരു അപര്യാപ്ത രോഗം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അതായത് വിറ്റാമിൻ ബിയുടെ അപര്യാപ്ത രോഗമായിട്ട് രണ്ട് അപര്യാപ്ത രോഗങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ബിന് കോമൺ ആയിട്ട് ഒരു ധർമ്മം. വിറ്റാമിൻ ബി അല്ല ഉള്ളത് എന്ന് മനസ്സിലായല്ലോ. ബി കോംപ്ലക്സുകളാണ് ഉള്ളതെങ്കിൽ പോലും നമ്മൾ അത് അത്ര ഡീപ്പായിട്ട് എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കേണ്ട. ഓരോ കോംപ്ലക്സിന്റെ ധർമ്മം, ഓരോന്നിന്റെയും അപര്യാപ്ത രോഗം പഠിച്ചു വെക്കേണ്ട. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്, വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, വൈറ്റമിൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഓരോ വിറ്റാമിനും അതിന്റെ ധർമ്മവും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ വൈറ്റമിൻ എയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ എ. പിന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതേപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്തായിരുന്നു, ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിനും നാഡികളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആയിരുന്നു വൈറ്റമിൻ ഇ. വൈറ്റമിൻ കെ, പ്രധാനപ്പെട്ട ധർമ്മം വൈറ്റമിൻ കെയുടേതാണ് ഇത്, രക്തം കട്ട പിടിക്കാൻ, മുറിവുണ്ടായാൽ അതിലൂടെ അമിതമായിട്ടുള്ള രക്തം ഒഴുകാതെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വിറ്റാമിനുകളും അതിന്റെ ധർമ്മവും പഠിച്ചു വെക്കാം. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ വിറ്റാമിൻ ബി, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്, വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഈ വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗം വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറിബെറി എന്ന് പറയും. അതേപോലെ തന്നെ മറ്റൊരു അപര്യാപ്ത രോഗമാണ് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടെ എന്താണ്, ഒരു രാസനാമമാണ്. ഈ നാവിനുണ്ടാകുന്ന നാവിന്റെ തൊലി ഇളകിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. വായ്പുണ്ണ് പോലെ തന്നെ, വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പുണ്ണ് പോലെ അവിടെ ഒരു സാധനം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ്. ഈ ഗ്ലോസിറ്റിസ് പറഞ്ഞൊരു നാവ് ഒരു വീക്കൊക്കെ സംഭവിക്കുകയും അതേപോലെ തന്നെ നാവിന്റെ മുകളിലുള്ള ഈ തൊലി സ്കിന്ന് അടർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ അപര്യാപ്ത രോഗമായിട്ട് പഠിച്ചു വെക്കുക, വൈറ്റമിൻ ബിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അപര്യാപ്ത രോഗമായിട്ട് പഠിച്ചു വെക്കുക. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തമായിട്ട് അതിന്റെ കുറവ് മൂലം സംഭവിക്കുന്ന രോഗങ്ങളാണ് ഇത്, വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറിബെറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു രോഗമാണ് എന്ത്, ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നതും എന്തിനെ തന്നെ ബാധിക്കുന്നതാണ്, വൈറ്റമിൻ ബിയുടെ ഒരു അപര്യാപ്തമായ രോഗമായിട്ട് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു വിറ്റാമിൻ കൂടി പറയാനുണ്ട്, വൈറ്റമിൻ സി. വിറ്റാമിൻ സിയുടെ രാസനാമം എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്.
നേരത്തെ നമ്മൾ കാണിച്ചു. അതിൽ പറഞ്ഞു വിറ്റാമിൻ സിയുടെ രാസനാമം എന്ന് പറയുന്നത് എന്താണ്? ആസ്കോർബിക് ആസിഡ് ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ഇത് വൈറ്റമിൻ സി. ചില വിറ്റാമിൻ പല രീതിയിലുള്ള ഓരോ വിറ്റാമിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ ചിലത് പ്രധാനപ്പെട്ടത് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിശേഷിപ്പിച്ചത് ഏതായിരുന്നു? വൈറ്റമിൻ ഇ ആയിരുന്നു എന്ത് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ സൺഷൈൻ വിറ്റാമിൻ എന്ന് വിശേഷിപ്പിച്ചത് ഏതായിരുന്നു? സൺഷൈൻ വിറ്റാമിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ആയിരുന്നു എന്ത് സൺഷൈൻ വൈറ്റമിൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, അതായത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ സി ആണ്. ഇതിന് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് പറയാൻ കാരണം ഈ വിറ്റാമിൻ സിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് ഓർത്ത് വെക്കണം. വിറ്റാമിൻ ബിക്കുണ്ട്, പക്ഷേ വിറ്റാമിൻ ബി നമ്മൾ പൊതുവായിട്ട് അങ്ങനെ പറയാറില്ല. വൈറ്റമിൻ സി ആണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. ഈ വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. 3 സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഫുഡ് പച്ചക്കറികൾ മറ്റു ഫ്രൂട്ട്സും എന്ത് ചെയ്യുന്നു? ഈ ഫ്രൂട്ട്സ് പുളി ഉള്ള ഫ്രൂട്ട്സുകളിലാണ് പ്രധാനമായിട്ട് എന്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെല്ലിക്ക, ഓറഞ്ച്, അത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളിലാണ് എന്ത് ചെയ്യുന്നത്? നാരങ്ങ, ഓക്കെ, വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ പ്രത്യേകത ഇത് എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. അപ്പൊ ഈ ഫുഡ് നമ്മുടെ പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ പഴക്കം ചെല്ലും തോറും അതിലെ വൈറ്റമിൻ സി എന്ത് ചെയ്യും? നീരാവിയുമായിട്ട് കലർന്നുകൊണ്ട് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഈ വൈറ്റമിൻ സി എന്ത് ചെയ്യും? പ്രകൃതിദത്തമായിട്ട് തന്നെ നമ്മളെ നീരാവിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യും? അത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് പഴക്കം ചെല്ലും തോറും. അതുകൊണ്ടാണ് എന്തോന്ന് വിശേഷിപ്പിക്കാൻ കാരണം? ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഓക്കെ ആണല്ലോ? അത് നീരാവിയുമായിട്ട് ലയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, തിളപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. അങ്ങനെ ചോദിക്കാം. തിളപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പച്ചക്കറികളൊക്കെ തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ പച്ചക്കറികളിലുള്ള വൈറ്റമിൻ സി ആ ജലത്തിൽ ലയിക്കും. ഇതെന്ത് ചെയ്യും? നീരാവിയോടുകൂടെ മുകളിലേക്ക് പോകും. പറഞ്ഞു മനസ്സിലായോ? അതായത് ജലത്തിൽ എന്ത് ചെയ്യും? വൈറ്റമിൻ സി ലയിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു പച്ചക്കറി നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറി തിളപ്പിക്കുമ്പോൾ അതിലെ വൈറ്റമിൻ സി എന്ത് ചെയ്യും? ജലത്തിൽ ലയിച്ചിട്ട് അതെന്ത് ചെയ്യും? നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ തിളപ്പിക്കുമ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള വിറ്റാമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഈ പാത്രം അടച്ചു വെക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാത്രം അടച്ചു വെച്ചാൽ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെടുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ നഷ്ടപ്പെടലാണ് എന്ത്? നമ്മൾ പച്ചക്കറികൾ മറ്റു മരുന്നതിന് ശേഷം കഴുകുമ്പോൾ, ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴുകുമ്പോൾ അതെ അതിലെ വൈറ്റമിൻ സിയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അരിയുന്നതിന് മുമ്പ് പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്നതിന് മുമ്പ് കഴുകണം. ഇത് അരിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പച്ചക്കറികൾ കഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പച്ചക്കറിയിലെ വൈറ്റമിൻ സി ഈ ജലത്തിൽ ലയിച്ചിട്ട് അപ്പോഴും എന്ത് ചെയ്യും? നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ പല സാഹചര്യങ്ങളിലും ഈ വിറ്റാമിൻ സി എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ആ ജലത്തിൽ ലയിക്കും എന്നുള്ളതാണ്. വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കും. ഇപ്പൊ നീരാവിയിൽ ലയിച്ചു പോവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തിളപ്പിക്കുമ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറികൾ കഴുകുമ്പോൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോവാം. പിന്നെ മറ്റൊരു സാഹചര്യം ചോദിക്കുന്നതാണ്, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് വൈറ്റമിൻ സി എത്തിയാലും അത് പിന്നീട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ നിന്നും ജലത്തിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മൂത്രത്തിലൂടെയും പുറം തള്ളുന്ന ഒരു വിറ്റാമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കുക. അതൊന്നുമില്ല, ഇതൊക്കെ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ജലത്തിൽ ലയിക്കും എന്നുള്ളതാണ്. വൈറ്റമിൻ സി ജലത്തിൽ ലയിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒരു മിനിറ്റ്.
തുടരാട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ സിയെ കുറിച്ചാണ്. വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ വിവിധ സാഹചര്യങ്ങൾ, അത് ഓർത്തു വെക്കാം. തിളപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? അങ്ങനെ ചോദിക്കും. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ ഏത്? അതേപോലെ തന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് പച്ചക്കറികൾ മറ്റും അരിഞ്ഞതിന് ശേഷം കഴുകുമ്പോൾ, വൃത്തിയാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. അത് കൂടുതലായിട്ട് വൈറ്റമിൻ സിക്കാണ് സംഭവിക്കുക. വൈറ്റമിൻ ബിയും അങ്ങനെ സംഭവിക്കും, പക്ഷെ വൈറ്റമിൻ ബി നമ്മൾ എന്ത് ചെയ്യാറില്ല, എടുത്ത് പറയാറില്ല. വിറ്റാമിൻ സി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ രീതിയിൽ പറയാറുള്ളത്. ഓക്കെ, പിന്നെ വിറ്റാമിൻ സിയുടെ ധർമ്മം, പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ത്വക്ക്, പല്ല്, മോണ. ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ഏത്? വിറ്റാമിൻ സി. രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും ആര് തന്നെയാണ് സഹായിക്കുന്നത്? വിറ്റാമിൻ സി ആണ് സഹായിക്കുന്നത്. അതും കൂടെ അതിനോട് കൂടെ ചേർത്ത് ഇത് വെച്ചോളൂ. ത്വക്ക്, പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ ആണല്ലോ. ത്വക്ക്, പല്ല്, മോണ, അതേപോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ സി. അതേപോലത്തെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ, അതായത് മുറിവ് ഉണ്ടായാൽ അതിലൂടെയുള്ള രക്തം ഒഴുക്കിനെ തടയുന്നത്. നമുക്കൊരു മുറിവുണ്ടായി, അപ്പോൾ എന്ത് ചെയ്യും? അതിലൂടെ ഒരുപാട് രക്തം ഒഴുകും. അത് നിർത്തുന്നത്, രക്തം ഒഴുകുക, അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവാതെ തടഞ്ഞു വെക്കുന്നത് ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ഇനി ആ മുറിവ്, നമ്മൾക്ക് മുറിവ് അപ്പോൾ തന്നെ ഉണങ്ങുമോ? രക്തം നിലച്ചാലും ആ മുറിവ് അവിടെ ഉണ്ടാകും. പിന്നെ കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മുറിവ് ഉണങ്ങുന്നത്. അങ്ങനെ ആ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വൈറ്റമിൻ സി ആണ്. പറഞ്ഞു മനസ്സിലായോ? മുറിവിന്റെ കേസിൽ 2 വിറ്റാമിനുകളെ കുറിച്ച് പറഞ്ഞു. മുറിവിലൂടെ രക്തം ഒഴുകുന്നത്, രക്തത്തിന്റെ ഒഴുക്ക് തടയുന്നത്, അതായത് രക്തസ്രാവം നിർത്തുന്നത് ആരാണ്? അത് വൈറ്റമിൻ കെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. എന്നാൽ ആ മുറിവ് പിന്നീട് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, മുറിവിന്റെ ഉണക്കത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വൈറ്റമിൻ സി ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത്, രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, വല്ല പനിയൊക്കെ വരുമ്പോൾ നമ്മള് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവരെന്ത് ചെയ്യും? വൈറ്റമിൻ സിയും കൂടെ എന്ത് ചെയ്യും? നൽകും. വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റും കൂടെ എന്ത് ചെയ്യും? നമുക്ക് നൽകും. അപ്പൊ ഈ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ എന്തെങ്കിലും രോഗം ബാധിച്ചവരൊക്കെ കാണാൻ പോകുമ്പോൾ എന്തായിരിക്കും? ഓറഞ്ച്, മുന്തിരി, അങ്ങനെ പുളിയുള്ള പഴങ്ങളൊക്കെ കൊണ്ടുപോവാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവർക്ക് ആ പുളി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്നതിന്റെ തത്വം എന്ന് പറയുന്നത് നമ്മളത് അറിഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല. ആണോ? നമ്മൾ വൈറ്റമിൻ സി, ഇതിൽ വൈറ്റമിൻ സി കൂടുതലുണ്ട്, അതുകൊണ്ട് വൈറ്റമിൻ സി കൊണ്ടുപോവാം എന്നുള്ള രീതിയിലല്ല. എങ്കിൽ പോലും നമ്മൾ ഈ രോഗമുള്ള സമയത്തൊക്കെ ഈ ഫ്രൂട്ട്സുകൾ, പ്രധാനമായിട്ടും ഓറഞ്ച്, അത്തരത്തിൽ പുളിയുള്ള നെല്ലിക്ക, നാരങ്ങ, പുളി രുചിയുള്ള ഭക്ഷണങ്ങളിൽ എന്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് എന്തിനു സഹായിക്കും? രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിറ്റാമിൻ സിയെ കുറിച്ചാണ്. വിറ്റാമിൻ സിയുടെ ധർമ്മങ്ങൾ, 3 ധർമ്മങ്ങളെ പറഞ്ഞത്. 3 വിറ്റാമിൻ സിയുടെ ധർമ്മങ്ങളാണ്. ത്വക്ക്, പല്ല്, മോണ, രക്തക്കുഴൽ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട്, രോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതും വിറ്റാമിൻ സിയുടെ പ്രത്യേകതയാണ്. പിന്നെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തമായ രോഗം, അപര്യാപ്തത മൂലം, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് ഏത്? സ്കർവി. സ്കർവി എന്ന് പറയുന്നത് മോണയില്, നമ്മുടെ മോണയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ അല്ലെ വിറ്റാമിൻ സി. അപ്പൊ മോണക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏത്? സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന അവസ്ഥക്കാണ് എന്ന് പറയുന്നത് സ്കർവി എന്ന് പറയുന്നത്. അപ്പൊ സ്കർവി എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ സിയുടെ ഒരു അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രത്തിലൂടെ വിറ്റാമിൻ സി എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. തിളപ്പിക്കുമ്പോൾ വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറികളും മറ്റും കഴുകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ വിറ്റാമിൻ സി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ സ്കർവിയാണ് എന്ത്? വിറ്റാമിൻ സിയുടെ
അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. സ്കർവിക്ക് എന്ന് പറയാറുണ്ട് നാവികരുടെ പ്ലേഗ് എന്ന് പറയാറുണ്ട്. ഈ നാവികർക്കിടയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് സ്കർവി. ഓക്കെ, അവര് ഈ കടലിലും മറ്റും ദീർഘകാലം യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് സമുദ്രത്തിലാകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ദീർഘകാലമായിട്ട് അവിടെ എന്തായിരിക്കും, ഫ്രീസറിൽ മറ്റും സൂക്ഷിച്ചതായിരിക്കും. ഈ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സമയത്ത് അതിലെ വിറ്റാമിൻ സി എന്ത് ചെയ്തിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഭക്ഷണങ്ങളിലൊക്കെ എന്തിന് കുറവുണ്ടാവും, വൈറ്റമിൻ സിയുടെ കുറവുണ്ടാകും. അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന ഒരു രോഗമാണ് ഏത്, സ്കർവി എന്ന് പറയുന്നത്. അതിന്റെ കാരണം മനസ്സിലായല്ലോ. അവര് ദീർഘകാലമായിട്ട് സമുദ്രത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണമല്ല, അവരുടെ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് എന്തല്ല, ഫ്രഷ് ആയിട്ടുള്ളല്ല, അത് അവര് കരയിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരുന്നതാണ്. അത് ഫ്രീസറിൽ വെക്കുമ്പോൾ ആ ഫ്രീസറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, വൈറ്റമിൻ സി ആ പച്ചക്കറികളിൽ നിന്നും ഫ്രൂട്ട്സുകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവർക്ക് വൈറ്റമിൻ സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗമായിട്ടുള്ള സ്കർവി എന്ത് ചെയ്യും, കൂടുതലായിട്ട് കാണപ്പെടും. അപ്പൊ ഇത് നാവികരുടെ പ്ലേഗ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കർവിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. സ്കർവി എന്ന് പറയുന്നത് എന്താണ്, മോണയിൽ ഉണ്ടാകുന്ന പഴുപ്പും രക്തസ്രാവവുമാണ് ഇത് സ്കർവി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയുമാണ് വൈറ്റമിൻ സിയെ കുറിച്ച് പറയാനുള്ളത്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ത്വക്ക്, പല്ല്, മോണ, രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്, ഉണങ്ങാൻ സഹായിക്കുന്നു സ്കർവി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ട പഴുപ്പും രക്തസ്രാവവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ധാതുക്കളെ കുറിച്ചാണ്. ധാതുക്കൾ, വൈറ്റമിൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വിറ്റാമിൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, വിവിധ തരത്തിലുള്ള ധാതുക്കളെ കുറിച്ച് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ്, അടുത്ത പോഷകം. അപ്പൊ കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, അതേപോലെ തന്നെ കൊളസ്ട്രോൾ, ഫാറ്റ്, കൊഴുപ്പിനെ കുറിച്ച് പഠിച്ചു, വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിനെ കുറിച്ചാണ്, ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസിനെ കുറിച്ചാണ്. ഇതേപോലെ തന്നെ 4-5 ധാതുക്കൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും 3 ധാതുക്കളാണ് പഠിക്കാനുള്ളത്. ധാതുക്കൾ, മിനറൽസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിൽ നിന്ന് കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ വ്യത്യസ്തമായ ധാതുക്കൾ, മിനറൽസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ധാതുവാണ് അയണ്. ഓക്കെ, വ്യത്യസ്തമായ ധാതുക്കൾ, അതിന്റെ ധർമ്മം, അതേപോലെ തന്നെ അപര്യാപ്ത രോഗം. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. വിറ്റാമിൻസിനെ കുറിച്ച് പറഞ്ഞ പോലെ കുറെ പോയിന്റ് ഒന്നുമില്ല. അയൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇലക്കറികളിലും അതേപോലെ മത്സ്യം, അതേപോലെ ശർക്കരയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഏത്, അയൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ഹീമോഗ്ലോബിന്റെ നിർമ്മാണം. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏത്, ഇരുമ്പ് അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറമാണ് അല്ലെ, എല്ലാവരും രക്തത്തിന് എന്താണ്, ചുവപ്പ് നിറമാണ്. ഈ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള ഒരു വർണ്ണ വസ്തുവാണ് ഏത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ വർണ്ണ വസ്തു, രക്തത്തിൽ കാണപ്പെടുന്ന ഒരു വർണ്ണ വസ്തുവാണ് ഇത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിൽ എന്ത് ചെയ്യുന്നത്, ചുവപ്പ് നിറം നൽകുന്നത്.
ഓക്കെ. ഈ ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ രക്തത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ഓക്സിജനെ വിവിധ കോശങ്ങളിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഘടക ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ എത്തിക്കുകയും അവിടെ നിന്ന് ഈ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രക്തത്തിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ രക്തത്തിന് പറയുന്ന ധർമ്മം എന്താണ്? പദാർത്ഥങ്ങളുടെ സംവഹനത്തിന്, അതായത് പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് രക്തത്തിന്റെ ധർമ്മം. അതിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സഞ്ചാരത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ഏത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കണക്ഷൻ മനസ്സിലായോ? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ വർണ്ണ വസ്തു രക്തത്തിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിന് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചുകൊണ്ട് വിവിധ കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ കോശങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് ആര്? ഇരുമ്പ് എന്ന് പറയുന്നത്. അയൺ ഗുളിക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ആവശ്യകതയും അതിന്റെ ഉപയോഗവും മനസ്സിലായോ? ഈ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന, ഓക്കെ, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണ വസ്തുവായിട്ടുള്ള ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് ആര്? അയൺ എന്ന് പറയുന്നത്. ഇനി ഹീമോഗ്ലോബിന്റെ ധർമ്മമാണ് എന്ത് പറഞ്ഞത്? ഹീമോഗ്ലോബിൻ എന്തിനു വേണ്ടിയിട്ടാണ് രക്തത്തിൽ നിലകൊള്ളുന്നത്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന്, അത്രമാത്രം പഠിച്ചാലും മതി, അല്ലെങ്കിൽ സഞ്ചാരത്തിന്. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിക്കാൻ വേണ്ടിയിട്ട് രക്തത്തിനെ സഹായിക്കുന്ന ഘടകമാണ് ഏത്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു മിനറൽ ആണ് ഏത്? അയൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇരുമ്പിന്റെ അപര്യാപ്തം മൂലം, ഇരുമ്പ് കുറയുന്നത് മൂലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാകും? രക്തത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ കുറവുണ്ടാവും. ആ കുറവുണ്ടാകുന്ന ആ ഒരു രോഗമാണ് ഏത്? അനീമിയ, അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയാറില്ല, അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, രക്തത്തിന്റെ ഒരു കുറവാണ് സാധാരണ സംഭവിക്കുന്ന, രക്തത്തിൽ തന്നെ ഹീമോഗ്ലോബിന്റെ കുറവ് സംഭവിക്കുന്ന അവസ്ഥ. ഓക്കെ. അപ്പൊ അനീമിയ എന്ന് പറയുന്നത് ഏത് ധാതുവിന്റെ അപര്യാപ്ത രോഗമാണ്? അയണിന്റെ അപര്യാപ്ത രോഗമാണ്. ഓക്കെ. അപ്പൊ ഈ അയൺ എന്ന് പറയുന്നത് എന്താണ്? ധാതുവാണ്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചത്. അനീമിയ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. അനീമിയ എന്ന് പറയുന്നത് ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നു? കാർബോഹൈഡ്രേറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീന്, വിറ്റാമിൻസ്, പിന്നെ ഈ അയൺ എന്നല്ല തന്നത്, മിനറൽസ്, ധാതുക്കൾ എന്നാണ് തന്നത്. ആയിക്കോട്ടെ. അയൺ എന്ന് പറയുന്നത് ഏത് ഹെഡിങ്ങിന്റെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്? വൈറ്റമിൻ അല്ല. അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ധാതുവാണ്. ഓക്കെ. അപ്പൊ ഒരു ധാതുവിന്റെ അപര്യാപ്ത മൂലം ഉണ്ടായിട്ടുള്ള ഒരു രോഗമാണ് ഏത്? അനീമിയ എന്ന് പറയുന്നത്. ഏത് ധാതുവാണ്? ചിലപ്പോ അതായിരിക്കും എടുത്ത് ചോദിക്കുക. അയണിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്? അനീമിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? അയൺ ഓക്കെ ആണോ? അപ്പൊ അയൺ എന്ന് പറയുന്നത് എന്തിനാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഏത്? അയൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് കാൽസ്യം. കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ്, രണ്ട് വ്യത്യസ്തമായിട്ടും പഠിക്കാം. ഇനി അതെല്ലാം ഒന്നായിട്ടും പഠിക്കാം, നോ പ്രോബ്ലം. കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് രണ്ടും ഒരേ ധർമ്മത്തിൽ വരുന്ന ഘടകങ്ങളാണ്. കാൽസ്യം ഫോസ്ഫറസും ഏതുപോലെ തന്നെ വൈറ്റമിൻ ഡി പോലെ തന്നെ. വൈറ്റമിൻ ഡി എന്താണ്? എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ഇത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെയാണ് ആരും കാൽസ്യം ഫോസ്ഫറസും. കാൽസ്യം ഫോസ്ഫറസിന്റെ ധർമ്മം എന്താണ്? എല്ല്, പല്ല് എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു, നിർമ്മിച്ചിരിക്കുന്നത്. എല്ല്, പല്ല് എന്നിവ നിർമ്മാണത്തിന് സഹായിച്ചിരിക്കുന്നത് ആരാണ്? കാൽസ്യം ഫോസ്ഫറസ് ആണ്. അതായത് നമ്മളെ ശരീരത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമേറിയ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഏത്? എല്ല്, പല്ല് എന്നിവ. ഈ അസ്ഥി അതേപോലെ തന്നെ പല്ല് എന്നിവ നിർമ്മിച്ചിരിക്കുന്ന ഘടകം ഏതാണ്? പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ്? കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസുമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ ഈ കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? എല്ല്, പല്ല് എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ധാതുവാണ് ഏത്? കാൽസ്യം ഫോസ്ഫറസ് എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ രക്തം കട്ടപിടിക്കാൻ വേണ്ടി പല ഘടകങ്ങളും സഹായിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഘടകം കൂടിയാണ് കാൽസ്യം ഫോസ്ഫറസ്. അത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല കേട്ടോ. ഇനി കാൽസ്യം ഫോസ്ഫറസിന്റെ രണ്ടിന്റെയും കൂടി അപര്യാപ്ത രോഗമായിട്ട് നമുക്ക് എന്ത് പഠിച്ചു വെക്കാം? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, ഓസ്റ്റിയോപൊറോസിസ് അതേപോലെ തന്നെ ടെച്ചനി, രണ്ട് വ്യത്യസ്തമായ രോഗങ്ങളാണ് കേട്ടോ. ടെച്ചനിയും അതേപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ്. രണ്ടും ഓസ്റ്റിയോപൊറോസിസും അതേപോലെ തന്നെ ടെച്ചനിയും എന്ത് തന്നെയാണ്? നമ്മുടെ അസ്ഥികൾക്ക് സംഭവിക്കുന്ന ഒരു ബലക്ഷയമാണ്. എല്ലുകൾക്ക് സംഭവിക്കുന്ന ഒരു ബലക്ഷയം അതേപോലെ തന്നെ പൊട്ടലൊക്കെയാണ് ഇത്. ഒന്നുകൂടി പറയാം, ഏതായിരുന്നു ലാസ്റ്റ് പറഞ്ഞേ? കാൽസ്യം ഫോസ്ഫറസ് കേട്ടോ. കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ അപര്യാപ്ത രോഗമാണ് ഏത്? ഓസ്റ്റിയോപൊറോസിസ്. അതേപോലെ തന്നെ ഏതുണ്ട്? ടെച്ചനി. ഓക്കെ, ടെച്ചനി. ഈ രണ്ടും എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ശരീരത്തിൽ സംഭവിക്കുന്ന അപര്യാപ്ത രോഗങ്ങളാണ്. ഓക്കെ, പ്രധാനപ്പെട്ട രണ്ട് ധാതുക്കൾ, മിനറൽസ് ആണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആയിരുന്നു. അയണിന്റെ ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് ഏത്? അയൺ എന്ന് പറയുന്നത്. അയണിന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് കാൽസ്യം ഫോസ്ഫറസ്. കാൽസ്യം ഫോസ്ഫറസിന്റെ ധർമ്മം എന്ന് പറയുന്നത് എല്ല്, പല്ല് എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകമാണ് ഏത്? കാൽസ്യം ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇതിന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസും ടെച്ചനിയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു മിനറൽ എന്ന് പറയുന്ന ധാതു എന്ന് പറയുന്ന അയഡിൻ ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു മിനറൽ ആണ് ഇത് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റത് അയൺ ആട്ടെ, ഇരുമ്പ് അയണ്, ഇത് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതുവാണ് ഇത് അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിന്റെ പിന്നെ അതേപോലെ നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ, തൈറോയിഡ് ഗ്രന്ഥിയെ സഹായിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മാനസിക വളർച്ചയ്ക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും മതി, മാനസിക വളർച്ചയ്ക്കും തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു ധാതുവാണ് ആര്? അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അയഡിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ഗോയിച്ചർ. അപര്യാപ്ത രോഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോയിച്ചർ. അതായത് നമ്മൾ തൊണ്ടയിൽ ഉണ്ടാകുന്ന ഒരു മുഴയാണ് ഏത്? ഗോയിച്ചർ. തൊണ്ടയോട് സംബന്ധിച്ചുണ്ടാകുന്ന മുഴ, ആ മുഴക്കാണ് എന്ന് പറയുന്നത് ഗോയിച്ചർ. അങ്ങനെ ചോദിക്കും, തൊണ്ടയിലെ മുഴ ഏത്? തൊണ്ടയിലെ മുഴയാണ് ഏത്? ഗോയിച്ചർ. വിളർച്ചയാണ് ഏത്? അനീമിയ, അല്ലെങ്കിൽ കുറവാണ് ഏത്? അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചത് അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസികമായ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മിനറൽ ആണ് ഇത് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒറ്റ ഒരു മിനറലും കൂടി ഉണ്ട്, അതുകൂടി മതി. സോഡിയം. സോഡിയത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാതുവാണ് സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയത്തിന്റെ ധർമ്മം എന്താണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുക. സാധാരണ ഈ സോഡിയം നമുക്ക് പ്രധാനമായിട്ടും കറിയുപ്പുകളിലൊക്കെ പ്രധാനമായിട്ടും കാണുന്നതാണ് ഏത്? സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അത്ര മതി. പിന്നെ ഈ സോഡിയത്തിന് കുറവ് മൂലം നമുക്ക് ഒരു മാനസികപരമായിട്ടുള്ള പല മെന്റലി പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കാരണം പ്രായമായ ആളുകളിലൊക്കെ എന്ത് ചെയ്യും? ഈ സോഡിയത്തിന്റെ കുറവ് കാണാൻ കഴിയും. അവർക്ക് എന്ത് ചെയ്യും? മെന്റലി പല രീതിയിൽ, അല്ല നമ്മൾ ഈ
പല രീതിയിലുള്ള ഈ സംസാരങ്ങളൊക്കെ ഈ പ്രായമായ ആളുകളുണ്ടാവും, ഒരു ബന്ധമില്ലാത്ത സംസാരിക്കുന്നതൊക്കെ എന്താണ് സാധാരണ ഈ സോഡിയത്തിന്റെ കുറവ് മൂലമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. ഓക്കെ, ഏതായാലും അതൊക്കെ ഡീപ്പായിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട. നിങ്ങൾ ആകെ എന്ത് പഠിച്ചാലും മതി, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ധാതുവാണ് ആര്, സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ ആണ്, അത്രമാത്രം എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കണ്ട. അപ്പൊ പ്രധാനപ്പെട്ട 4 ധാതുക്കളെ കുറിച്ച് അല്ലെങ്കിൽ മിനറൽസിനെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് അയൺ. അയൺ എന്ന് പറയുന്നത് എന്താണ്, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് ഇത് അയൺ എന്ന് പറയുന്നത്. പിന്നെ കാൽസ്യം ഫോസ്ഫറസിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും നിർമ്മാണത്തിന് സഹായിച്ചിരുന്നത് കാൽസ്യം ഫോസ്ഫറസ് ആയിരുന്നു. അയഡിന്റെ ധർമ്മം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന മറ്റൊരു ധാതുവാണ് ഏത്, അയഡിൻ എന്ന് പറയുന്നത്. സോഡിയത്തിന്റെ ധർമ്മം എന്താണ്, ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു തരം ധാതുവാണ് ഏത്, സോഡിയം എന്ന് പറയുന്നത്. അപ്പൊ 4 ധാതുക്കള് മിനറൽസിനെ കുറിച്ച് പഠിച്ചു. അയഡ്, കാൽസ്യം ഫോസ്ഫറസ്, അയഡിൻ, സോഡിയം. 4ഉം ഓക്കെ ആണോ? ഈ 4 3 എന്ത് ചെയ്തു, നമ്മള് അപര്യാപ്ത രോഗങ്ങൾ പറഞ്ഞു. അയണിന്റെ അപര്യാപ്ത രോഗമാണ് ഏത്, വിളർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് പറയും, അനീമിയ. ഓക്കെ, അയണിന്റെ അപര്യാപ്ത മൂലം അനീമിയ, കാൽസ്യം ഫോസ്ഫറസിന്റെ അപര്യാപ്ത മൂലം ടെറ്റനിമോസ്റ്റിയോപോറോസിസും കാൽസ്യം ഫോസ്ഫറസിന്റെ അപര്യാപ്ത രോഗമാണ്. അയഡിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്, ഗോയിറ്റർ. സോഡിയത്തിനാണ് പ്രത്യേകിച്ച് ഒരു അപര്യാപ്ത രോഗം എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കണ്ട. ഈ അപര്യാപ്ത രോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള അപര്യാപ്ത രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, കോശിയോർക്കറും മരാസ്മസും. എന്തിൻ്റെതാണ് കോശിയോർക്കർ മരാസ്മസ്, ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്ത രോഗമാണ് കോശിയോർക്കറും മരാസ്മസും? ഏതിൻ്റെതായിരുന്നു, കോശിയോർക്കർ ആൻഡ് മരാസ്മസ് ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്ത മൂലം? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയടോ. ഞാൻ ക്ലാസ് തുടങ്ങി ഇതുവരെ ആയിട്ട് നിങ്ങളുടെ ഒരു അക്ഷരം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല. നേരെ വന്നു ഞാനാണ് ക്ലാസ് തുടങ്ങി. പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നതാണ് ഏത്, കോശിയോർക്കറും മരാസ്മസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നിശാന്തത ഏതിന്റെ അപര്യാപ്ത മൂലമായിരുന്നു, നിശാന്തത. അതേപോലെ തന്നെ നമ്മുടെ സിറോഫ്താൽമിയ, ഈ 2 രോഗങ്ങള്. വിറ്റാമിൻ എയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നതായിരുന്നു ഏത്, നിശാന്തതയും അതേപോലെ തന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ അപര്യാപ്ത മൂലം ഉണ്ടായ രോഗങ്ങളായിരുന്നു. പിന്നെ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത മൂലമുണ്ടായ രോഗങ്ങളായിരുന്നു. അതേപോലെ തന്നെ വന്ധ്യതക്ക് കാരണം അല്ലെങ്കിൽ ഏതിന്റെ അപര്യാപ്ത മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത മൂലമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ മുറിവുണ്ടായാൽ അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്, മുറിവിലൂടെ അമിതമായിട്ട് രക്തം ഒഴുകാൻ കാരണം എന്ന് പറയുന്നത് ഏതാണ്, വിറ്റാമിൻ കെ. ഗ്ലോസിറ്റീസ് അതേപോലെ തന്നെ വായ്പുണ്ണ്, ഇത് ഏതിൻ്റെതായിരുന്നു, ഗ്ലോസിറ്റീസ്? വിറ്റാമിൻ ബി. വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത മൂലം ഉണ്ടായതായിരുന്നു. പിന്നെ ഏതാ പറഞ്ഞത്, വിറ്റാമിൻ സിയുടേതാണ് ഏത്, സ്കർവി. വിറ്റാമിൻ ബിയുടേത്, സോറി വിറ്റാമിൻ ജി അല്ല, സിയുടേത്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്തു, ധാതുക്കളിൽ പെട്ടതിന്റെ ഇതൊക്കെ എന്താണ്, ഇത് കോശിയോർക്കർ മരാസ്മസ് പ്രോട്ടീന്. ഇതിങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ എന്താണ്, വൈറ്റമിൻസുകൾ, വിവിധ വൈറ്റമിനുകളുടെ അപര്യാപ്ത മൂലം ഉണ്ടായിട്ടുള്ള രോഗങ്ങളാണ് അല്ലെ. വിറ്റാമിൻ സി പറഞ്ഞ മനസ്സിലായി. ഞാൻ അങ്ങനെ ആയിരിക്കും, വിറ്റാമിൻ എ ബി എന്നല്ല, വിറ്റാമിൻ ആണോ പ്രോട്ടീൻ ആണോ അങ്ങനെയും ചോദിക്കാം. ഇതൊക്കെ എന്താണ്, വിറ്റാമിനുകളുടെ അപര്യാപ്ത മൂലം, വിറ്റാമിൻ എ ഡി ഇ ബി സി ഇതിന്റെ അപര്യാപ്ത മൂലം ഉണ്ടായതാണ്.
ഓക്കെ. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ധാതുക്കൾ, മിനറൽസിന്റെ അപര്യാപ്തം മൂലം ഉണ്ടായതാണ് ഏതൊക്കെ? ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള അനീമിയ, വിളർച്ച എന്ന് പറയുന്ന അയഡിൻ്റെത്, ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിൻ്റെത്, ഓസ്റ്റിയോപോറോസിസ് അതേപോലെ തന്നെ പിന്നെ തെച്ചരി എന്നിവ എന്തിൻ്റെതായിരുന്നു? നമ്മുടെ കാൽസ്യം, പ്രധാനമായിട്ട് കാൽസ്യം, പിന്നെ അതിനോട് കൂടെ വെറുതെ ഫോസ്ഫറസ് ചേർത്ത് പറയാന്നുള്ളൂ കേട്ടോ. അപര്യാപ്തം മൂലമുണ്ടായ രോഗങ്ങളായിരുന്നു. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇതാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി 2 പോഷകേതര ഘടകങ്ങളുണ്ട്. ഓക്കെ, അതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. പോഷകേതര ഘടകങ്ങൾ. പോഷകേതര ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ശരീരത്തിലേക്ക് എത്തുകയും എന്നാൽ ശരീരത്തിൽ ദഹിക്കാത്തതുമായിട്ട്, ശരീരത്തിലെ ഭാഗമല്ലാത്തതുമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. പോഷകമല്ല, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകമല്ല, എന്നാൽ ആവശ്യമുണ്ടേനും വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ചില ഘടകങ്ങൾ എന്തുണ്ട്? പോഷകേതര ഘടകങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു പോഷകമല്ലാത്ത എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏത്? നാരുകൾ. ഓർത്തു വെക്കട്ടെ, നാരുകൾ, ഫൈബേഴ്സ് എന്ന് പറയും. ഓക്കെ, നാരുകളുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് സസ്യങ്ങളുടെ ആഹാരം, പച്ചക്കറികളിലൂടെ ലഭിക്കുന്ന ശരീരത്തിലേക്ക് എത്തുന്ന, അതായത് ദഹിക്കൂല. നാരുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്തില്ല? ആവശ്യമില്ലാത്ത, ദഹിക്കാത്ത ഘടകമാണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സെല്ലുലോസ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ, ധാന്യത്തിന്റെ ഒരു രൂപമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? സെല്ലുലോസ്. ഞാൻ അവിടെ പഠിക്കണം എന്നൊന്നും ആവശ്യമില്ല. അതായത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഘടകങ്ങളെ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? നാരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ സെല്ലുലോസിന്റെ അല്ലെങ്കിൽ എന്ത് പറയാം, നാരിന്റെ ധർമ്മ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കില്ല. ശരീരത്തിൽ ദഹിക്കാത്തതും, ഓക്കെ, ശരീരത്തിൽ ദഹിക്കാത്തതും എന്നാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത്, ഈ നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രം പഠിച്ചു വെക്കാം. ഇനി ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുക എന്നുള്ളതാണ്. വൻകുടലിലും അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ദഹനം പൂർത്തിയാകും. പിന്നീട് വൻകുടലിലേക്ക് എത്തുന്നതോടുകൂടി എന്ത് ചെയ്യും? അത് വിസർജ്യമായിട്ട് മാറും. അപ്പൊ ഈ കുടലുകളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലവിസർജനത്തിനെ സുഗമമാക്കുന്നതിനുള്ള ഒരു ഘടകമാണ് ഏത്? നാരുകൾ എന്ന് പറയുന്നത്. അതായത് ദഹനത്തെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് നാരുകൾ, ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് മലബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? നാരുകൾ അടങ്ങിയ, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ദഹനത്തിന് സഹായിക്കുക എന്നുള്ള ഒരു ധർമ്മമായിരിക്കണ്ടേ നാരുകൾക്കുണ്ട്. ഇതെന്തെയില്ല? ശരീരത്തിൽ ദഹിക്കില്ല. നമ്മുടെ ചെറുകുടലിന്റെയും വൻകുടലിന്റെയും അതിലൂടെ അതിന്റെ ചലനം വേഗത്തിലാക്കിക്കൊണ്ട് അതിന്റെ നമ്മുടെ മലവിസർജനത്തിന് സുഗമമാക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? നാരുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അത്ര മാത്രം എന്ത് ചെയ്താൽ നാരുമായിട്ട് പഠിച്ചു. നമ്മൾ സാധാരണ നാരുകൾ കൂടുതലായിട്ട് ഇലക്കറികള്, പച്ചക്കറികള്, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് അല്ലെ, അത് കാണുമ്പോ തന്നെ അതിൽ തന്നെ നാരുകളാണ് അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ചെറുധാന്യങ്ങൾ, ചോളത്തിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്? ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ മലവിസർജനത്തിന് അല്ലെങ്കിൽ ദഹനത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോഷകേതര ഘടകമാണ് ഏത്? നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഏത്? ജലം. നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന മറ്റൊരു ഘടകമാണ് ഏത്? ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത്. ജലം നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിന്റെ 70% വരെ എന്താണ്? ജലമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ 70%-ഓളം, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് 2/3 ഭാഗവും എന്താണ്? ജലമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 2/3 ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കുക, രണ്ടും പഠിച്ചു വെച്ചോളൂ. 2/3 ഭാഗം അല്ലെങ്കിൽ 70%-ഓളം നമ്മുടെ ശരീരത്തിൽ എന്താണ്? മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈ
ജലത്തിന്റെയും മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ജലം എന്തിനു തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദഹനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഏത് ജലം എന്ന് പറയുന്നത്. നമ്മുടെ വിസർജന വ്യവസ്ഥയെ സുഗമമാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ജലം സഹായിക്കുന്നുണ്ട്. മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജലം പുറം തള്ളപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ജലം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സംഭവിക്കും. ഡീഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. ജലം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ജലം കുടിക്കണം എന്ന് പൊതുവെ എന്ത് ചെയ്യാറുണ്ട്? നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? കുട്ടികളോട് പറയുന്നുണ്ടാവും. ഡീഹൈഡ്രേഷൻ, അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷന്, നമ്മുടെ മൂത്രവ്യവസ്ഥയെ മൂത്രപഥത്തിന്റെ ഇൻഫെക്ഷൻ ഒക്കെ, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? ജലത്തിന്റെ അളവിലെ കുറവ് എന്ത് ചെയ്യും? കാരണമാകും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. പ്രധാനമായിട്ടും നാരുകളും ജലവും, ഈ രണ്ട് ഘടകങ്ങള്, നാരുകൾ എന്ന് പറയുന്നത് ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജലവും എന്ത് ചെയ്യുന്നുണ്ട്? ദഹനത്തിന്, അതേപോലെ തന്നെ രക്തത്തിന്റെ സഞ്ചാരത്തിന്, മറ്റു വിസർജനത്തിന്റെ വ്യവസ്ഥയുടെ സുഗമമായിട്ടുള്ള അതിന്റെ സപ്പോർട്ട് ആയിക്കൊണ്ടൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ജലം സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു വേർഡും കൂടി അതിനോട് കൂടെ ചേർത്ത് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്, പോഷക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. 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 പിന്നെ ഒരു ടേം കൂടി അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എന്താണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ അരി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള അരിയാണ്? ഫോർട്ടിഫൈഡ് റൈസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? ഫോർട്ടിഫൈഡ് റൈസ് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച അരി എന്ന് പറയാറുണ്ട്. എന്താണ് ഈ സമ്പുഷ്ടീകരിച്ച അരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എങ്ങനെയല്ലേ പറയാറുള്ളത്? കുട്ടികൾക്ക് കൊടുക്കുന്ന, നമ്മള് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അരി എന്ന് പറയുന്നത് ഫോർട്ടിഫൈഡ് റൈസ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു അരിയിൽ എന്തില്ല? നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളില്ല. ഓക്കെ. അതായത് വൈറ്റമിൻസ് ഒക്കെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു, പച്ചക്കറികളിൽ മറ്റു ഘടകങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അപ്പൊ ഇതിലില്ലാത്ത ഘടകങ്ങൾ അതിൽ ചേർത്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളൊക്കെ അതിലേക്ക് എക്സ്ട്രാ ചേർത്തുകൊണ്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൽ എക്സ്ട്രാ ചേർത്തിട്ടുള്ള അരികൾക്കാണ് എന്ന് പറയുന്നത് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല? അപ്പൊ എന്തിനാണ് ഈ ഫോർട്ടിഫൈഡ് റൈസ് ഉപയോഗിക്കുന്നത്? കുട്ടികളിൽ കാണപ്പെടുന്ന ഈ പോഷകാഹാരത്തിന്റെ കുറവ് പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ പോഷക ഘടകങ്ങൾ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിവിധ അപര്യാപ്ത രോഗങ്ങളുണ്ട്. ആ അപര്യാപ്ത രോഗങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏത്? ഈ ഫോർട്ടിഫൈഡ് റൈസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫോർട്ടിഫൈഡ് റൈസ് അതുപോലത്തെ റേഷൻ കടകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്? ഫോർട്ടിഫൈഡ് റൈസ് ആണ് നൽകുന്നത്. അതിൽ ചെറിയൊരു അരിയെ പോലെ തന്നെ ഉള്ള ഒരു വെളുത്ത കുറച്ച് കനം കൂടിയതായിട്ടുള്ള ഒരു സാധനം കാണാം. അതെന്താണ്? ഇത് സമ്പുഷ്ടീകരിച്ചതാണ്. ഓക്കെ. അതിന്റെ ആവശ്യകത എന്താണ്? അരിയിൽ എല്ലാ പോഷക ഘടകങ്ങളും ഇല്ല. അപ്പൊ ആവശ്യമായ കുട്ടികളിലേക്ക് കിട്ടേണ്ടതായിട്ടുള്ള പോഷക കൊണ്ട് നൽകുന്ന അരിക്കാണ് എന്ന് പറയുന്നത് ഫോർട്ടിഫൈഡ് റൈസ് എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അതും കൂടെ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെയാണോ? ഇത്രയുമാണ് നമുക്ക് ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്, പോഷക ഘടകങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള, കുറച്ച് തോനെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിൽ ഈ പറഞ്ഞ പോയിന്റുകളിൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും? എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ചേർത്ത് പറയുന്നില്ല. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. തൽക്കാലം എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അഡ്മിഷന്റെ കാര്യം. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവര് വേറെ എക്സ്ട്രാ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അവരെ ആഡ് ചെയ്യാം. ശനിയോ ഞായറോ ഒക്കെ ആയിട്ടായിരിക്കും പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഏതായാലും തിങ്കളാഴ്ച മുതൽ ഉദ്ദേശിക്കുന്നത് ഫീ അടച്ചവർക്ക് മാത്രമായിട്ട് ക്ലാസ് പരിമിതപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും അഡ്മിഷൻ എടുക്കണമെങ്കിൽ, അതായത് ക്ലാസ്സിൽ ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന, അടുത്ത സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അധ്യാപകരുണ്ടായിരിക്കും. അവർക്കും കൂടി എന്ത് ചെയ്യുക? ക്ലാസ് ഒന്ന് റെക്കമെൻഡും കൂടി ചെയ്യട്ടോ.
ജോയിൻ നമുക്ക് ചെയ്യും ആർക്കെങ്കിലും സാർ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം. ജോയിൻ പിന്നെ ഈ ചെയ്യും. നോമ്പിന്റെ ഈ ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ സമയത്തിലേക്ക് ഒതുക്കുന്നത്. നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ 1.5 മണിക്കൂറാണ് 1.5-2 മണിക്കൂറിന്റെ ഇടയിലായിട്ട് ക്ലാസ് വെക്കാറുണ്ട്. ഏതായാലും ക്ലാസ്സിന്റെ സമയവും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ എക്സാമുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള എക്സാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ PDF നോട്ട്സും ഉണ്ടാവും. PDF നോട്ട്സ് ഇതുവരെ അയച്ചു തരാത്തത് നമ്മൾ ആകെ ഇപ്പോൾ ഒരു ടോപ്പിക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും ടോപ്പിക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ PDF നോട്ട് അയച്ചു തരാം കേട്ടോ.